ഞാൻ സത്യം രാഷ്ട്രീയം പറയുന്നതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ നല്ലതെന്ന് പറയില്ലല്ലോ അല്ലേ? അങ്ങനെയല്ല, സൗജന്യ യാത്ര ചെയ്താൽ KSRTC പൂട്ടിപ്പോകുന്നതാണ്. അതും വെറുതെ രാഷ്ട്രീയം പറയുന്നത്. ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിജയിക്കാനുള്ള ഒരു തന്ത്രം മാത്രം. KSRTCയെ നല്ല ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഒരു പിന്നെ നഷ്ടവും KSRTCക്ക് വരില്ല. അല്ലെങ്കിൽ തന്നെ KSRTC നഷ്ടത്തിലാവുന്നു. ഇതും കൂടി പോയാൽ പിന്നെ ഉള്ള നഷ്ടമായിരിക്കും. പിന്നെ ഇത് ഭരണം ശരിക്കും കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിലവിൽ തന്നെ പ്രശ്നങ്ങൾ തീർത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്താൽ എന്തായാലും നടക്കുമായിരിക്കും. പക്ഷേ അത് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാവും. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും സജീവമാവുകയാണ്. ഈ തീരുമാനം സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് അനുകൂലിക്കുന്നവർ പറയുമ്പോൾ ഇത് KSRTCക്ക് ഗുണകരമാകുമോ അതോ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ചിലർ ഉയർത്തുന്നുണ്ട്. സാമൂഹികമായി വലിയ ചർച്ചയാകുന്ന ഈ വിഷയത്തിൽ നാട്ടുകാർ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഒരു പിന്നെ നഷ്ടവും KSRTCക്ക് വരില്ല. KSRTCയിലെ പണിക്കാരെ നന്നായിട്ട് പണിയെടുത്ത് ശരിക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു നഷ്ടവും വരുന്നില്ല. ആ പണിക്കാരും കുറയണം. അത് നല്ല കാര്യമാണ്. KSRTC ശരിക്കും പണിക്കാരെ കുറയ്ക്കണം. 12 പണിക്കാരാണ് ഒരു ബസ്സിനകത്തുള്ളത്. അതിനെ കുറച്ചിട്ട് എടുക്കണം, അല്ലെങ്കിൽ നഷ്ടം വരും. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ 2 കൊല്ലം വരെ ശമ്പളം കൊടുക്കാതെ ഒരു അവസ്ഥയുണ്ടായിരുന്നു KSRTCൻ്റെ. അപ്പോൾ ഇപ്പോൾ ഒരു നല്ല രീതിയിൽ അവർക്ക് ശമ്പളം എല്ലാം കിട്ടുന്നുണ്ട്. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു തൊഴിലാളിയുണ്ട്. അവൻ പറഞ്ഞ് KSRTCയിൽ പണിയെടുക്കാൻ കഴിയില്ല, ശമ്പളം കിട്ടാതെ കൊണ്ടെന്നാണ്. അപ്പോൾ ഇപ്പോൾ 2 കൊല്ലമായിട്ട് സൗജന്യ യാത്ര നല്ല കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് എന്തെല്ലാം സൗജന്യം കിട്ടുന്നു, അത് നല്ല കാര്യമാണ്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് വരെ സൗജന്യം കൊടുക്കുന്നില്ലല്ലോ KSRTCയിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണ്ടേ? നമ്മൾ വാഗ്ദാനം പറഞ്ഞാൽ പോരല്ലോ. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഉറപ്പായിട്ട് കഴിയും. ഒരു കുഴപ്പമുണ്ടാവില്ല. ഉറപ്പായിട്ട് കഴിയും. കഴിയെങ്കിൽ നല്ല കാര്യമാണ്. അതെ സാധിക്കുവാണെങ്കിൽ, പക്ഷേ അത് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്താൽ പിന്നെ അല്ലെങ്കിൽ തന്നെ KSRTC നഷ്ടത്തിലാവുന്നു. ഇതും കൂടി പോയാൽ പിന്നെ ഉള്ള നഷ്ടമായിരിക്കും. പിന്നെ ഇത് ഭരണം ശരിക്കും കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേ ഉള്ളൂ. ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിജയിക്കാനുള്ള ഒരു തന്ത്രം മാത്രം. ഇത് സാധ്യമല്ല. കുട്ടിക്ക് ഇതുവരെ ഫീസ് കൊടുത്തില്ലല്ലോ. കുട്ടികളെ എല്ലാം വെറുതെ രാഷ്ട്രീയം പറയുന്നതാണ്. ഞങ്ങൾ രണ്ടാളും ഇല്ല. രാഷ്ട്രീയം പറയുന്നതാണ്. കാരണം ഞാൻ സത്യം രാഷ്ട്രീയം പറയുന്നതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ നല്ലതെന്ന് പറയില്ലല്ലോ അല്ലേ? അങ്ങനെയല്ല, സൗജന്യ യാത്ര ചെയ്താൽ പിന്നെ ഇത് KSRTC പൂട്ടിപ്പോകുന്നത്. അതും വെറുതെ രാഷ്ട്രീയം പറയുന്നത്. അതുകൊണ്ടാണ് ജയിച്ചെന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നതല്ല. ഇവർ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞ വാക്ക് ഇവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ജയിക്കാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് അതിലാണ് എനിക്ക് രാഷ്ട്രീയം തോന്നിയത്. പക്ഷേ നിലവിൽ പറഞ്ഞു KSRTCയിലെ ആൾക്കാർ ശമ്പളം കിട്ടാത്തൊരു സ്ഥിതി നിലവിലുണ്ടായിരുന്നു. ശരിക്കും പ്രവർത്തിക്കണം, പണിയെടുക്കണം. വിഷയം ഒന്നാമത് KSRTCയിൽ നഷ്ടം വരാൻ കാരണം കാര്യക്ഷമമല്ലാത്ത മന്ത്രിമാരായിരുന്നു. എല്ലാവരും ദൂർത്തലായിരുന്നു. അതുകൊണ്ട് KSRTCയെ നല്ല ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. സാധാരണ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും വിജയിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. നിങ്ങൾ ജയിക്കാൻ വേണ്ടി ചെയ്താന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം പറഞ്ഞത്. ഒരു സർക്കാരും വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ നടപ്പിലാക്കലുണ്ട്. എല്ലാ സർക്കാരും നടപ്പിലാക്കും. കഴിഞ്ഞ സർക്കാർക്ക് നടപ്പിലാക്കി അതേപോലെ തന്നെ ഈ സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയും. വിജയിക്കുമോ എന്ന് ചോദിക്കേണ്ടി അത് സംശയം കൊണ്ടാണ്. അവർക്ക് തന്നെ പിന്നെ ചിലവർക്കുള്ള സംശയമാണ് അവർ ചോദിക്കുന്നത് വിജയിക്കുമെന്ന്. 100% വിജയിക്കും. ആ കാര്യത്തിൽ സംശയം 101% അല്ല, സ്ത്രീകളിപ്പോൾ എല്ലാവരും പിന്നെ ഇടതുപക്ഷം വലതുപക്ഷം ഒന്നുമില്ല. എല്ലാ സ്ത്രീകൾക്കും ആണല്ലോ. അതുകൊണ്ട് നല്ല കാര്യം നമ്മൾ പറയുന്നു. ആരും മോശം എന്ന് പറയില്ല. കാരണം അത് ഇതിന് നല്ല കാര്യം ചെയ്യുന്നത് നല്ലല്ലേ? നല്ല കാര്യമാണ്. സ്ത്രീകൾക്ക് യാത്രാ പാസ് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അത് വിജയിക്കുകയും ചെയ്യും. നിലവിൽ തന്നെ പ്രശ്നങ്ങൾ തീർത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്താൽ എന്തായാലും നടക്കുമായിരിക്കും. പക്ഷേ അത് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാവും. KSRTCക്ക് നഷ്ടമായിരിക്കും. അനുയോജ്യമാണ്. പ്രശ്നം വരും. ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും റെഡിയാവും. അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? വരൂലേ? അങ്ങനെയല്ല അവർ പറയുന്നത്. കർണാടക തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് KSRTCക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം സൃഷ്ടിക്കുക. തീർച്ചയായിട്ടും അതൊന്നും സ്വാഭാവികമായിട്ട് നടന്നു പോകുമല്ലോ. അതിനിടയിൽ നമ്മുടെ പ്രൈവറ്റ് ബസ്സിലെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. സ്ത്രീകളൊക്കെ KSRTC മാത്രം നമ്മളെ ബുദ്ധിമുട്ടിനെക്കാട്ടും KSRTC വമ്പിച്ച നഷ്ടത്തിലേക്ക് പോകാൻ ചാൻസ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീകൾ മാത്രമാകുമ്പോൾ നല്ലതന്നെ. സൗജന്യ യാത്ര കിട്ടി നല്ലതായിരിക്കും അല്ലേ? ആണ്.